ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം നിനക്ക് ഉണ്ടാകട്ടെ. ഈശോയെ അനുഭവിച്ചറിയാനും ജീവിതത്തെ സന്തോഷിക്കുവാനും നിനക്ക് ഇടവരട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഈശോനെ കാണുവാനായിട്ട് ഈശോയുടെ അമ്മയും സഹോദരങ്ങളൊക്കെ എത്തുക. ഒരാൾ ഈശോയുടെ എന്ന് പറയാൻ അമ്മയും സഹോദരന്മാരൊക്കെ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമാണ്, ദൈവവചനത്തിന് വില കൊടുക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. പരിശുദ്ധ അമ്മേനെ നിനക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ വചനത്തിന് എത്രത്തോളം വില കൊടുത്തത്. ദൈവവചനത്തിന് വില കൊടുത്തു, ദൈവവചനത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, ദൈവവചനത്തെ വളർത്തി പരിപാലിച്ചു, ദൈവവചനത്തെ യാത്രയാക്കി സ്വർഗത്തിലേക്ക്. വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതം. നിനക്ക് ഈശോയുടെ ക്ലോസ് റിലേറ്റീവ് ആണോ? ഈശോ പറയുന്ന ഇതാണ്, ദൈവവചനത്തിന് നീ വില നൽകുക. വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും വചനം ജീവിക്കുവാനും ഒരു തീക്ഷ്ണത ഉണ്ടാകട്ടെ. ആ തീക്ഷ്ണതയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ആ തീക്ഷ്ണതയെ നീ ജ്വലിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട മകനും മകളുമായി തീരുന്നു. വചനം നിന്നിൽ മാംസം ധരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. വചനത്തിന് വില കൊടുക്കുവാനും വചനത്തെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ജീവിക്കുവാനും ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ വ്യക്തി നിറയട്ടെ, കുടുംബം നിറയട്ടെ, ചുറ്റുപാടുകൾ നിറയട്ടെ. വചനത്തിന് ശക്തി അനുഭവിച്ചറിഞ്ഞ് പങ്കുവയ്ക്കുവാനായിട്ട് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ